2025 നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഈ കാരണം കൊണ്ട് തന്നെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ടാവും, ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും, ട്രസ്റ്റ് ചെയ്ത് ഒരാളിൽ നിന്ന് ഹേർട്ട് വന്നിട്ടുണ്ടാവും, കരിയറിൽ സ്റ്റാഗ്നേഷൻ കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ ഡിസർവ് ചെയ്യുന്നതാണോ എന്നൊരു തോട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വരും. ഉറക്കക്കുറവ്, ഓവർ തിങ്കിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. 2025 നിങ്ങൾക്കൊരു സോഫ്റ്റേ അല്ലായിരുന്നു. പക്ഷേ 2026 ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങൾക്ക് 2026 ഒരു റീബിൽഡിങ് ഇയറാണ്. പോരാത്തതിന് സെൽഫ് റെസ്പെക്റ്റ് ഇയറുമാണ്. ജനുവരി മാസത്തിൽ ഓൾഡ് ഇഷ്യൂ റീവിസിറ്റ് നന്നായിട്ട് ചെയ്യും. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും, കരിയറിൽ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ജനുവരി മാസത്തിൽ റിയാക്ഷൻ പെട്ടെന്ന് വേണ്ട, ഒബ്സർവേഷൻ മാത്രം ചെയ്യുക, പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഫെബ്രുവരി മാസത്തിൽ ഒരു ഇമോഷണൽ ക്ലാരിറ്റി എന്തായാലും വന്നു തുടങ്ങും. ഓൾഡ് കോണ്ടാക്റ്റ്, മെസ്സേജ് വരാൻ കുറച്ച് ചാൻസ് ഒക്കെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഒരു ബൗണ്ടറി വെക്കുന്നതായിരിക്കും നല്ലത്. അതത്ര സുഖകരമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആയിരിക്കില്ല, കാരണം അത് പ്രശ്നമാവും. ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ വീണ്ടും കാണുകയാണെങ്കിൽ ആ സിനിമയുടെ